ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ കുറച്ചധികം കാലമായി ഈ വഴിക്കൊക്കെ വന്നിട്ട് കുറേ ദിവസമായി വീഡിയോ ചെയ്യണം വിചാരിക്കുന്നു. എന്നാൽ പിന്നെ അത് ഇന്നാവാമെന്ന് വിചാരിച്ചു. ഇന്ന് ഉത്രാടാണ്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് കുറച്ച് സന്തോഷവും അതിലുപരി ഉത്സാഹമൊക്കെ ഉള്ള കുറച്ച് ദിവസങ്ങളാണ് അല്ലേ ഈ ഓണക്കാലം പറയുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഉത്രാട ദിനാശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ഒരു ഉത്രാട പാച്ചിൽ തന്നെയാണ്. അപ്പോൾ ഉത്രാടത്തിൻ്റെ പാച്ചിൽ തുടങ്ങുന്നതിന് മുമ്പ് നിത്യമുള്ള പാച്ചിലിൻ്റെ പരിപാടി ആദ്യം നോക്കാം. പാത്തുനെ സ്കൂളിൽ പറഞ്ഞു വിടുക. അതാണ് ഏറ്റവും വലിയ ടാസ്ക് നമുക്കിപ്പോൾ രാവിലെ എണീറ്റിട്ട്. അപ്പം ഞാൻ പാത്തുനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് വരാം ഗൈസ്. Hey, Teacher's Day. You better listen to me. I am the teacher. ഇന്ന് ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷനാണ് പാത്തുൻ്റെ സ്കൂളിൽ. പാത്തു ഈസ് ഗോയിങ് ടു ഗിവ് എ സ്പീച്ച് അല്ലേ? അപ്പോൾ പാത്തുനെ സ്കൂളിലേക്ക് വിട്ടിട്ട് കുട്ടൻ പായസപ്പണിയിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സിൽ നിന്ന് പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് പ്രഥമനാണ് കുട്ടൻ നിന്ന് ഉണ്ടാക്കണേ. അപ്പം ഞാൻ ആ നേരം കൊണ്ട് എൻ്റെ കയ്യിലുള്ള ബ്ലൗസിൽ ഏതിലെനിക്ക് കയറി പറ്റാം എന്നുള്ള ശ്രമത്തിലാണ് ഞാൻ. കാരണം ഞാൻ ഒരുപാട് വളർന്നിരിക്കുന്നു. കഴിഞ്ഞ വിഷുവിൽ നിന്ന് ഈ ഓണം വരേക്കും നോക്കുമ്പോൾ ഒരുപാട് വളർന്നു. അപ്പോൾ സൈഡിലുള്ള എല്ലാ സ്റ്റിച്ചും ഞാൻ അഴിക്കുന്നുണ്ട്, അവസാനത്തെ സ്റ്റിച്ച് ഒഴിച്ച്. പക്ഷേ കയറുമോ ഇല്ലയോ അത് ക്വസ്റ്റ്യൻ മാർക്കാണ് ഇപ്പോഴും. ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഈ പായസം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിത് കൊണ്ട് ഫ്രണ്ട്സിന് ഡെലിവറി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാലയിലെ ഓണം ലാസ്റ്റ് മിനിറ്റ് ഓർഡേഴ്സ് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി ഡെലിവറി ചെയ്യണം. അത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഉണ്ടാക്കേണ്ടത് 23 പേർക്കുള്ള സദ്യയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ പോയി വാങ്ങിക്കണം. അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പണി അവിടെ നടക്കട്ടെ. ഇന്ന് എനിക്ക് പൊതുവേ കുറച്ച് സന്തോഷവും എനർജിയൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഓണമൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കാം. കാരണം ഓഗസ്റ്റ് ഒരു പന്ന മാസമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ വന്നിട്ട് ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നസെൻ്റ് ഒരു സിനിമയിൽ പറയുന്ന പോലെ എന്തിപ്പോൾ ഇവിടെ ഉണ്ടായേ, ആരെപ്പോൾ ഇവിടെ പടക്കം പൊട്ടിച്ചേ, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇപ്പോഴും. അവർ കയറിയില്ല. ശരണ്യ ഒരു മാസമായിട്ട് നാട്ടിലായിരുന്നു. അപ്പോൾ ഓണത്തിന് ഇവിടെ എത്താൻ പറ്റുന്ന ഒട്ടും അവൾ വിചാരിച്ചതല്ല. പക്ഷേ കറക്റ്റ് ഉത്തരടുത്തുനിന്ന് രാവിലെ മാഡം ലാൻഡ് ചെയ്തു. ശരണ്യയുടെ മേക്ക് ഓവർ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഷോർട്ട് ഹെയർ കട്ട്, പുതിയ ഡ്രസ്സ്, പുതിയ ഷൂ. നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ആയാലോ. ചേച്ചി നാളെ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? നാളെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, അവിയൽ ഉണ്ടാക്കുന്നുണ്ട്, കാളൻ ഉണ്ടാക്കുന്നുണ്ട്. ലിസ്റ്റ് നോക്കുക, മനസ്സിലാവും. ചേട്ടന്റെ സ്പെഷ്യൽ എന്താ? സൂപ്പർ. കുട്ടൻ ആരായിട്ട് ഉണ്ടാക്കുന്നുണ്ട് നീ ചോദിക്കണം. പറയൂ. ആരായിട്ട് ഉണ്ടാക്കാത്തന്നോ? ഇല്ല, ചേച്ചിയോട് തല്ലുവിടുമ്പോ വഴക്കുണ്ടാക്കണ ഒരു സുഖം. ഇന്ന് രാവിലെയും കൂടി ഞങ്ങൾ വഴക്കുണ്ടാക്കി. വാവ്.
അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിരുന്നു, അത് എല്ലാ കറിയുടെയും അരിഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് റൗണ്ട് ഓഫ് ക്ലീനിങ് എല്ലാം കഴുകി നീറ്റാക്കിയിട്ടിട്ട് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ നല്ല മൂഡായിരിക്കും കുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ ഈ പാത്രം കഴുകാനും ക്ലീൻ ചെയ്യാനും നിൽക്കണം രാവിലെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ക്ലീൻ ആക്കിയിട്ട് കിടന്നു. ഒരു ഹാപ്പി ഓണം പറഞ്ഞോളൂ. അപ്പൊ അത് നാളെ എന്തൊക്കെയാ പരിപാടി? നമ്മള് എന്താ ചെയ്യണേ? അത്തല്ലല്ലോ, ഓണായി. പറയൂ പറയൂ. ഓക്കെ, എന്തൊക്കെ ചെയ്താ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണേ? രണ്ടു പ്രാവശ്യം സദ്യ കഴിക്കോ? അപ്പം ഞങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ ഏകദേശം അവസാനിച്ചു. മണി 12:12:30 ഗൈസ്. അപ്പം ഇനി നാളെ കാണാം, തിരുവോണത്തുനിന്നാ കാണാം. ഓക്കെ, ബൈ. മാഡം ഇസ് ഗോയിങ് ടു ഗെറ്റ് റെഡി. സ്കിൻ കെയർ തുടങ്ങി മാഡം. ഇവിടെ അവിയലും കാണാനാവണല്ലോ, അപ്പം അവിടെ സ്കിൻ കെയർ. ഇതിൻ്റെ കൂടെ ഞാനും റെഡി ആവണ്ടേ, സുന്ദരിയായിട്ട് വിളമ്പണ്ടേ. ഓണൊക്കെ പുട്ടല്ല ഉണ്ടാക്കുന്നത്, തള്ളണ്ട. ശനി തണുക്കുണ്ടോ? സോക്സ് ഒക്കെ ഇട്ടേക്കണ കാലില്. രസമുണ്ട്, പരിപ്പുണ്ട്, കാളനുണ്ട്. ബാക്കിയൊക്കെ എവിടെയടി? എൻ്റെ കറി കഴിച്ചോ? നിന്റെ കറി എവിടെ? എന്തിലെ കറിയെന്ന് പറഞ്ഞ? എനിക്ക് ആ ബീട്രൂട്ട് കറി ആദ്യം നീ ബീട്രൂട്ട് കറി കഴിച്ചു നോക്കിയാ? നോക്കൂ, ഇതാണ് ചട്നി ആ സ്പെഷ്യൽ അല്ലേ? ഇന്നത്തെ ഹൈലൈറ്റ്. കാരണം അതിനൊരു മണ്ണെണ്ണയുടെ സോസ്. അങ്ങനെ ആ കറി പാത്രം ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. ഇനി പാത്രം ഡെയിലി വേണം എന്ന് പറയും. ഓണായിട്ട് തള്ളലോട് തള്ളല്. ബെങ്കു അവിടെ ബെങ്കുവിന്റെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു കുട്ടനോട്. അപ്പൊ ഇവരിവിടെ പട്ടിണിയാണല്ലോ എന്ന് വെച്ചാൽ കഴിച്ചില്ലാന്ന്. അതാണ് എനിക്ക് എന്നോടുള്ള സ്നേഹം. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. ഞാൻ റെഡിയായി, ശരണ്യം കാച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഗായു റെഡിയായി, ശരണ്യ എന്നും ഏത് പരിപാടിക്കും എല്ലാ പണിയും ഞാൻ എല്ലാം കഴിഞ്ഞ് പാത്രം കഴുകി വെച്ച് അടുക്കളയും മേശപ്പുറം എല്ലാം തുടച്ച് കഴിഞ്ഞ് വന്നപ്പോ ഈ സമയം എല്ലാരും നേരത്തെ കയറി കുളിച്ച് റെഡിയായി. ഡ്രസ് ഓൾറെഡി നേരത്തെ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വായ തുറക്കാത്ത ഗായുവിന്റെ കയ്യിൽ നിന്ന് വരെ കിട്ടി തുടങ്ങി. ഭാര്യ ഭർത്താവ് രണ്ടു കൽപ്പിച്ചാണ് അതില്ല അത് പ്രതീക്ഷിക്കാണ്ട് വന്നതുകൊണ്ട്. അപ്പൊ ഞങ്ങൾ പതിവ് പോലെ ഇന്ന് ഇപ്രാവശ്യം ഇവിടെയാണ്. പക്ഷെ ഞങ്ങൾ പതിവ് പോലെ എല്ലാവരും ഒരുമിച്ചാണ്. സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ കുറച്ച് സദ്യ ഉണ്ടാക്കി ഫ്രണ്ട്സിന് കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോകുന്നു ഗൈസ്. ഓണം കഴിയാറായി ഗൈസ്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ,
ഇങ്ങനെ ഒരാൾ വന്ന് നിൽക്കാണ്. അപ്പൊ ഈ ഭക്ഷണം കഴിക്കാൻ ഒരു സമാധാനം വേണ്ടേ? എന്റെ അതേ മുറുക്ക എല്ലാരും ഞാൻ വലിയ പൊട്ട് തൊട്ടത്തെ കളിയാക്കാം. പെൺകുട്ടിയുള്ള കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് അവൻ കാണുമ്പോ എന്താ റിയാക്ഷൻ നോക്കാം. ബെങ്കു ബെങ്കു ഒന്നിങ്ങോട്ട് വരുമോ? ബെങ്കു ട്രൗസർ ഒന്നും വരട്ടെ. അതിനല്ല അങ്ങോട്ട് വാ. ബെങ്കു ഹായ്. നന്നായിട്ടുണ്ടോ? ഒരുമാതിരി നന്നായില്ല. ഗുജ്ജു 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 വല്യമ്മയുടെ പൊട്ട് എങ്ങനെയുണ്ട്? പൊട്ട് വല്യമ്മയുടെ പൊട്ട് പൊട്ട് ആ കരിഞ്ഞു കരിഞ്ഞു ഗുജു കരിഞ്ഞു. ഗുജ്ജു ഇരിക്കുന്ന പോലെ പാത്തു എൻ്റെ മടിയിലിരുന്ന് സദ്യ കഴിച്ചതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാട്ടോ തോന്നണത്. പിള്ളേരൊക്കെ എത്ര പെട്ടെന്നല്ലേ വലുതാവണേ. ഇപ്പോൾ കണ്ടില്ലേ, സദ്യക്ക് പപ്പടം വിളമ്പാനുള്ള അത്രയും വലുതായിരിക്കണം എൻ്റെ കുട്ടി. അപ്പം അങ്ങനെ ഒറ്റ റൗണ്ടിൽ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഞങ്ങളുടെ സദ്യയൊക്കെ കഴിഞ്ഞു. നമുക്കറിയായിരുന്നു ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും പൂക്കളത്തിൻ്റെ കോലം എന്തായാലും മാറുന്നു. പക്ഷേ ഇത്ര ഭീകരമായിട്ട് മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മുടെ ലിവിങ് റൂം തൊട്ട് ബെഡ്റൂം വരെ പിള്ളേർ പൂക്കളിട്ട് നടക്കുകയായിരുന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ ഞാനും ഇരുന്നു. എന്നെയും കുറേ പൂവഭിഷേകം ചെയ്തു. എന്നെ കണ്ടപ്പോൾ ഒരു കാളി ലുക്ക് തോന്നിയെന്ന് തോന്നുന്നുണ്ട്, ആ മുടിയും ആ പൊട്ടും. അപ്പോൾ എന്നെ ഇരുന്ന് പുഷ്പാഭിഷേകം ചെയ്യായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഞങ്ങളുടെ ഒരു കുഞ്ഞി ഓണം സെലിബ്രേഷൻ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിനി റെഗുലറായിട്ട് വീഡിയോ ഇടാൻ നോക്കാം.